വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ സമസ്ത സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായ സ്ഥിതിക്ക് ഇനി പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അല്ല, സമരം ഞങ്ങൾ ആദ്യം സമരം ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങളോട് സമരം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാ? സമസ്തനെ സംബന്ധിച്ചിടത്തോളം സമരം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. പിന്നെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം തന്നെ ഞങ്ങളായതിനെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരും വിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതാക്കന്മാരും കൂടി തീരുമാനിച്ച എന്താ പ്രതിഷേധ പ്രമേയം പാസ്സാക്കി ഞങ്ങൾ. അതിൻ്റെ ശേഷം ഇനി പ്രതിഷേധം വേണോ വേണ്ടേ എന്നുള്ളതല്ലേ, അത് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചതിൻ്റെ ശേഷം എന്നാണ്. അപ്പോൾ നടന്ന വംശീയ ഇപ്പം നിങ്ങളോട് സംഗതി നമ്മൾ സംസാരിച്ച് നിങ്ങളെ നമുക്ക് അനുഭവം പരിഗണിക്കാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളതെല്ലാം വരില്ല. ഭാവിയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ ബന്ധപ്പെട്ടവരോട് കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ വളരെ മാന്യമായ ഒരു വാക്ക്. അല്ല, ആരേറ്റും അകലില്ല, ഒരു പാർട്ടിയേറ്റും അകലില്ല. അല്ല, അത് ലീഗിൻ്റെ റാലി എന്ന് പറഞ്ഞാൽ അത് അവരെ രാഷ്ട്രീയ റാലിയല്ലേ, നമ്മളല്ലല്ലോ പറയേണ്ടത്. ലീഗുകാരായ ആളുകളോട് കോർഡിനേഷൻ കമ്മിറ്റി വേറെയാണ്, സമസ്തൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി അതാണിത്. അങ്ങനെ ഒരു പൊതു കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞത് സമസ്തക്കില്ല. അത് ആവശ്യം വരുമ്പോൾ തങ്ങന്മാരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ കൂടിയിട്ട് ചർച്ച ചെയ്യാന്നുള്ളതാണ്. സ്വാലിഹ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്നും. സ്വാലിഹ്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ സമസ്ത സമരത്തിന് ഇല്ല, സമസ്ത അങ്ങനെ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. നിർണായകമായിരുന്നു ഇന്നത്തെ യോഗവും ഈ സമസ്തയുടെ തീരുമാനവും. ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്? ഇനി നാളത്തെ ലീഗിന്റെ സമരം അതെങ്ങനെയായിരിക്കും? സമസ്തയുടെ യോഗം ആരംഭിച്ചിട്ടേ ഉള്ളൂ. യോഗത്തിനെത്തിയപ്പോഴായിരുന്നു ജെഫ്രി തങ്ങളുടെ പ്രതികരണം. നാളെ മുസ്ലിം ലീഗിന്റെ പ്രക്ഷോഭം തുടങ്ങാനിരിക്കെയാണ്, പരസ്യ പ്രക്ഷോഭം തുടങ്ങാനിരിക്കെയാണ് സമസ്തയുടെ പിന്മാറ്റം. സമസ്ത ഇനി ഒരു സമരത്തിനോ പ്രതിഷേധത്തിനോ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഏതെങ്കിലും അവിശ്വസിക്കേണ്ട ഒന്നും തന്നെ ചർച്ചകളിൽ ഉണ്ടായിട്ടില്ല. പങ്കുവച്ച ആശങ്കകളെല്ലാം അനുഭാവപൂർവ്വം തന്നെയാണ് മുഖ്യമന്ത്രി കേട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സമരത്തിന്റെ ആവശ്യമില്ല എന്നാണ് സമസ്ത അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ കാര്യങ്ങളെല്ലാം ഇന്ന് യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്തവർ വിശദീകരിക്കും. തുടർ നടപടികൾ എന്താണ്, സമസ്ത എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനം ഇന്ന് യോഗത്തിന് ശേഷമുണ്ടാവും. മുസ്ലിം ലീഗിൽ വലിയ തോതിൽ സലഫിവൽക്കരണം നടക്കുന്നുവെന്നാണ് സമസ്ത ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരസ്യമായ പ്രതികരണം ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. സമസ്ത മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്ന സമരങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സമസ്തയ്ക്ക് ഉള്ളത്. ജിന. ശരി, സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ സമസ്ത സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായ സ്ഥിതിക്ക് ഇനി പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്നും പി വി കുട്ടൻ കൂടി ചേരുന്നുണ്ട്. കുട്ടൻ, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്തരത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായും ലീഗിന്റെ നീക്കം എന്ന് പറഞ്ഞത് രാഷ്ട്രീയം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ വിലയിരുത്തണം? ജീന, മുസ്ലിം ലീഗ് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ്, അതായത് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ മുന്നിൽ നിർത്തിയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നീക്കം. പക്ഷേ സമസ്ത പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലീഗിൻ്റെ നീക്കങ്ങളോട് അതൃപ്തി പ്രകടിപ്പിക്കുകയും ഈ ഒരു രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നും കൃത്യമായ ഒരു അകലം പാലിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതുകൂടാതെ പിന്നീട് അടുത്ത ഘട്ടമാകുമ്പോഴേക്കും പൂർണ്ണമായി ലീഗിനെ തള്ളിപ്പറയുന്നൊരു നിലപാട് കൂടി സമസ്ത നേതാക്കൾ സ്വീകരിച്ചു. ഈ പള്ളിയിൽ സമരം നടത്തണം, അല്ലെങ്കിൽ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തണമെന്നുൾപ്പെടെയുള്ള ലീഗിൻ്റെ വിവാദപരമായ തീരുമാനങ്ങളോട് ഒരു കാരണവശാലും തങ്ങൾ യോജിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് സമസ്ത സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇന്നലെ സമസ്ത മുഖ്യമന്ത്രിയെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ സ്വാഗതാർഹമാണെന്ന രീതിയിലുള്ള വളരെ പോസിറ്റീവായ പ്രതികരണം സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്ന് വളരെ നിർണായകമായ മറ്റൊരു പ്രതികരണം കൂടി സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായ, സമസ്തയുടെ ഏറ്റവും സമുന്നതനായ നേതാവായ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. തങ്ങൾ ഈ സമരത്തിനൊന്നും ആഹ്വാനം ചെയ്തിട്ടില്ല, തങ്ങൾക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ വളരെ മാന്യമായ സമീപനം, അതോടുകൂടി ആ പ്രതിഷേധത്തിൽ
നിന്ന് നമ്മൾ പിന്മാറിയിരിക്കുകയാണെന്ന വളരെ കൃത്യമായൊരു സന്ദേശം സമസ്ത നൽകിയതോടുകൂടി ലീഗ് ഈ വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം സമസ്തയായിരുന്നു ലീഗിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന. പക്ഷേ പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും സമസ്ത ലീഗ് നേതാക്കളോടും അതുപോലെ തന്നെ ലീഗിൻ്റെ നിലപാടുകളോടൊക്കെ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമരം ഇന്നലെ ഇപ്പോൾ എം കെ മുനീറും PMS സലമും ഉൾപ്പെടെ പറഞ്ഞത് സമസ്ത തങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും സമരം തങ്ങൾ നടത്തും, നാളെ നടക്കുന്ന റാലിയിൽ കാണിച്ചു തരാം എന്നൊക്കെയുള്ള ഒരു വെല്ലുവിളിയുടെ സ്വരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതിന് കൃത്യമായ മറുപടിയാണ് ഇന്ന് സമസ്തയുടെ നേതാക്കൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗ് വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാന്തപുരം വിഭാഗം പൂർണ്ണമായും സർക്കാരിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമസ്തയും ഏതാണ്ട് സർക്കാരിനോട് സർക്കാർ തീരുമാനങ്ങളോട് യോജിച്ച് നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള കുറച്ച് സംഘടനകളാണ് ലീഗിൻ്റെ കൂടെയുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ ലീഗിൻ്റെ അണികൾ എത്രത്തോളം ഇതിനെ സ്വാഗതം ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം ഇതിനോട് അനുഭാവം പ്രകടിപ്പിക്കുമെന്ന് സംബന്ധിച്ച വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. കാരണം സമസ്തയുടെ അണികളിലൊക്കെ ലീഗിൻ്റെയും പ്രവർത്തകരാണ്. അപ്പോൾ സ്വാഭാവികമായും സമസ്ത ഈ ഇത്തരം സമരത്തിൽ നിന്നും പിന്മാറുമ്പോൾ അല്ലെങ്കിൽ ലീഗിന് പിന്തുണയില്ലാതെ ലീഗിൽ ഈ സമരങ്ങളിൽ നിന്നും പിന്മാറുന്നൊരു ഘട്ടം വന്നാൽ സ്വാഭാവികമായും ലീഗിൻ്റെ സമരത്തെയും അത് ബാധിക്കും. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരെ മാത്രം വെച്ചുകൊണ്ട് ലീഗ് എത്രത്തോളം ഈ സമരം മുന്നോട്ട് നയിക്കുമെന്നുള്ളത് കാണേണ്ടതുമാണ്. കുട്ടൻ അതോടൊപ്പം കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്ത കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾ സമരം നടത്തും എന്ന് കഴിഞ്ഞ ദിവസം ലീഗ് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു തീരുമാനം സമസ്ത എടുക്കുമ്പോൾ അത് സമസ്തയ്ക്ക് എതിരായിട്ടുള്ള ഒരു സമര പരിപാടി കൂടിയായി മാറുകയല്ലേ? അത് വരും ദിവസങ്ങളിൽ സമസ്തയും ലീഗും തമ്മിലുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ടോ? ജീന, ഈ അതായത് മലബാറിലെ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെയൊക്കെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് ഇപ്പോൾ ജീന പറഞ്ഞതുപോലെ തന്നെ ഈ സമരം ഇപ്പോൾ അല്ലെങ്കിൽ ഈ വിഷയം ഇപ്പോൾ സമസ്തയും ലീഗും തമ്മിലുള്ള വിഷയമായി മാറുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ഇന്നലെ ലീഗിൻ്റെ നേതാക്കൾ എം കെ മുനീർ ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ നേതാക്കൾ കൃത്യമായി സമസ്തക്കാണ് മറുപടി നൽകിയത്. സമസ്ത ഇല്ലെങ്കിലും തങ്ങൾ സമരം നടത്തും, അത് തങ്ങൾ കാണിച്ചു തരാമെന്നുൾപ്പെടെയുള്ള വെല്ലുവിളി നടത്തി. ഇന്ന് വളരെ കൃത്യമായി അതിനുള്ള മറുപടി സമസ്തയുടെ ഉന്നതനായ നേതാവ് തന്നെ നൽകിയിരിക്കുന്നു. തങ്ങൾ ഒരു സമരത്തിലും പങ്കെടുക്കുന്നില്ല, തങ്ങളൊരു സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുമില്ല എന്നത് തങ്ങൾക്ക് അത്തരത്തിലൊരു കോർഡിനേഷൻ കമ്മിറ്റിയുമില്ല. വളരെ കൃത്യമാണ്. കാരണം മുസ്ലിം ലീഗ് ഇപ്പോഴും പറയുന്നത് ഈ സമരം നടത്തുന്നതിന് വേണ്ടി ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നതെന്നാണ്. പക്ഷേ സമസ്ത നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു തങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയും ഇല്ല, തങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുമില്ല എന്ന വളരെ കൃത്യമായ ആ പ്രതികരണമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയിരിക്കുന്നത്. അതേതായാലും മുസ്ലിം ലീഗിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും. ഒരു പുറംമോടിക്ക് വേണ്ടി സമസ്ത ഇല്ലെങ്കിലും തങ്ങൾ സമരം നടത്തും എന്നൊക്കെ ലീഗ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ആ വിജയ സാധ്യതയെ സംബന്ധിച്ച് വലിയ ആശങ്ക ലീഗ് നേതാക്കളിൽ തന്നെ ഉണ്ട്. കാരണം സമസ്തയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരുപാട് ലീഗ് നേതാക്കൾ ഈ മുസ്ലിം ലീഗിനകത്ത് തന്നെ ഉണ്ട്. സമസ്തയുടെ അണികളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ ആരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുക എന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്. ഏതായാലും നാളെയുള്ള സമരം പിന്മാറില്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ സമസ്ത നേതാക്കളുടെ പ്രതികരണത്തെ തുടർന്ന് കോഴിക്കോടുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീന കുട്ടൻ, അതോടൊപ്പം തന്നെ ഈ സമസ്ത സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല, ഞങ്ങൾ സമരത്തിനില്ല എന്ന് പറയുമ്പോൾ ലീഗ് ഒറ്റപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും ലീഗ് സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പിടിവാശി, അത് എന്തിന്റെ സൂചനയാണ്? അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന് പിന്നിൽ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്? അത്തരത്തിലൊരു വിലയിരുത്തൽ കൂടി നോക്കുകയാണെങ്കിൽ ജീന, ഇത് കൃത്യമായി LDF സർക്കാരിനെതിരെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്താനുള്ള ഒരു സാഹചര്യമില്ല. ആ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു വിഷയത്തെ ഒരു സാമുദായിക സ്പർദ്ധ ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ട് ഈ സമൂഹത്തിലൊരു ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമര പരിപാടികൾക്കായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് PMS സലം ഉൾപ്പെടെയുള്ള നേതാക്കൾ വെള്ളിയാഴ്ച പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിനൊക്കെ ആഹ്വാനം ചെയ്തത്. പക്ഷേ കേരളത്തിൽ സമീപകാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത സമര രീതികളാണ്. അത്തരം രീതികളോട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഈ സമസ്തയുടെ നേതാക്കൾ ഉൾപ്പെടെ അത്തരം സമരരീതിയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ INL നേതാവ് അബ്ദുൽ അസീസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ അസീസ്, തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന സമസ്തയുടെ നിലപാട് അവർ ഇന്ന് ആവർത്തിക്കുകയാണ്. വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ ലീഗിന്റെ കൂടെ സമരത്തിന് ഇല്ല എന്നാണ് സമസ്ത പറയുന്നത്. സമസ്തയുടെ ഈ നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
തീർച്ചയായും വളരെ പോസിറ്റീവായിട്ടുള്ള പരമ്പരാഗതമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സ്വതന്ത്രമായ നിലപാടിന്റെ ആവർത്തനം തന്നെയാണിത്. ഇടയ്ക്ക് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നേതാക്കൾ സമസ്തയെ മുസ്ലിം ലീഗിന്റെ വരുതിക്കകത്ത് നിർത്താൻ, നിയന്ത്രിച്ചു നിർത്താൻ ശ്രമം നടത്തിയതിനെയൊക്കെ ഒരു കാരണവശാലും ആ നിലപാട് എടുക്കില്ല എന്ന വളരെ ശക്തമായ തീരുമാനമാണ് ബഹുമാന്യനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേത്. ഈ നിലപാടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത സഭ, അതായത് മുഷാവറ ഒന്നടങ്കം പ്രസിഡന്റിന് പിന്തുണയ്ക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. ഇതിലൂടെ സംഭവിക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം സമസ്തയിലൂടെയും അതുപോലെ തന്നെ സാമുദായികമായും നടപ്പാക്കാനുള്ള കാലാകാലമായി ലീഗ് നടത്തി വരുന്ന കുൽസിത ശ്രമങ്ങൾക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനത്തെ തിരിച്ചടിയാണ് ഇന്നത്തേത് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോ മുസ്ലിം ലീഗ് മറ്റ് അവാന്തര വിഭാഗങ്ങളുടെ നേതാക്കളെ പിടിച്ചുകൊണ്ട് അവരിലൂടെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം നടപ്പാക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. ആ വിഭാഗം ആളുകൾ അതിൽ പെട്ടുപോകുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായത്. പക്ഷേ കേരളത്തിലെ വൻ ഭൂരിപക്ഷം വരുന്ന ഏതാണ്ട് 90% വരുന്ന സുന്നി ജനവിഭാഗങ്ങൾ ആദരണീയനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ 90% വരുന്ന സുന്നി സമൂഹം മുസ്ലിം ലീഗിന്റെ നിലപാടിനോട്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചട്ടുകമാക്കി മാറ്റാൻ സമുദായത്തെ ശ്രമിക്കുന്ന നിലപാടിനോട് കടുത്ത വിരോധവും വിയോജിപ്പും പ്രകടിപ്പിച്ചു തുടങ്ങി എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. വളരെ ആശാവഹമായ ഒരു നീക്കം, വളരെ സത്യസന്ധമായ ഒരു നീക്കം മത നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നത് അഭിമാനകരമാണ്. ശ്രീ അബ്ദുൽ അസീസ്, പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സമസ്ത ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾ നാളെ സമരം നടത്തും, സമരവുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് ലീഗ് ഉള്ളത്. ലീഗിന്റെ രാഷ്ട്രീയ നിലപാടാണ്. ലീഗ് പരാജയപ്പെടുന്നിടത്ത് പരാജയം മറച്ചു വെച്ചുകൊണ്ട്, ജാള്യത മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ കാലത്തൊക്കെ നടത്തിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി മാത്രമേ അതിനെയും കാണാൻ കഴിയത്തുള്ളൂ. സമസ്ത ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ രാഷ്ട്രീയമായി അതിനെ നേരിടും എന്ന് ലീഗിന് പറയാം. പക്ഷേ അത് സമുദായം തള്ളിക്കളയും എന്ന കാര്യത്തിൽ തർക്കമില്ല. മുസ്ലിം ലീഗിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അണികളുടെ കൂട്ടായ്മയെ എത്രത്തോളം മൊബിലൈസ് ചെയ്തെടുക്കാൻ കഴിയും എന്നത് ആശങ്കയോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടി വരും. ഒരുപക്ഷെ പുത്തൻ പ്രസ്ഥാനക്കാരായിട്ടുള്ള മുജാഹിദ്, അതുപോലെ തന്നെ പുതിയ UDFന്റെ മുന്നണി ബന്ധം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇപ്പോ ശക്തമായി മുസ്ലിം ലീഗിന് പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞതുപോലെയാണ് മുസ്ലിം ലീഗ് പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ പ്രകടനത്തെക്കാൾ അപ്പുറത്ത് വല്ലതും നടത്താനാകുമോ എന്ന ആലോചനയാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാലാകാലമായി മുസ്ലിം ലീഗിന് പൊതുസമൂഹത്തിൽ നിന്നും, പൊതു മുസ്ലിം സമൂഹത്തിൽ നിന്നും, അതായത് മില്ലത്തിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണയെ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ അബ്ദുൽ അസീസ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും PV കുട്ടനിലേക്ക് പോവുകയാണ്. കുട്ടൻ, അബ്ദുൽ അസീസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കുട്ടൻ ശ്രദ്ധിച്ചു കാണുമെന്നാണ് പറയുന്നത്. അതായത് സമസ്തയെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാനുള്ള ലീഗിന്റെ നീക്കമാണ് അവിടെ പൊളിഞ്ഞത്. ലീഗിന് അത് തീർച്ചയായും രാഷ്ട്രീയം തന്നെയാണ്. എങ്ങനെ വിലയിരുത്തണം? ഒപ്പം നാളെ ലീഗ് നടത്താനിരുത്തുന്ന സമരം അത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടണം. ജീന, കഴിഞ്ഞ കുറേ നാളുകളായി സമസ്തയെ കൂട്ടുപിടിച്ചുകൊണ്ട്, സമസ്തയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ മുസ്ലിം ലീഗ് നേതൃത്വം ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ സമസ്ത നേതൃത്വം വഴങ്ങിയിരുന്നില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ നിലപാടുകൾ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂടെ കൂട്ടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ വളരെ ശക്തമായ നിലപാട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത പറഞ്ഞിരുന്നു. അവരുടെ നേതാക്കൾ തന്നെ, സമസ്തയുടെ പല നേതാക്കളും പരസ്യമായ പ്രതികരണങ്ങൾ മുസ്ലിം ലീഗിനെതിരെയും UDFനെതിരെയും പരസ്യമായ പ്രതികരണങ്ങൾ ഉൾപ്പെടെ നടത്തിയ സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വളരെ രാഷ്ട്രീയപരമായ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സമുദായത്തിനകത്തെ സാമുദായിക വിഷയങ്ങൾ, ഇതിനകത്തൊക്കെ വളരെ കൃത്യമായ നിലപാട് സമസ്ത സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ലീഗ് നേതൃത്വം കഴിഞ്ഞ കുറേ നാളുകളായി ആശങ്കാകുലരായിരുന്നു. കാരണം സമസ്തയെ ലീഗിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കരുവാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ലീഗ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സമസ്ത ഇല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര നിലപാടുകളുള്ള സംഘടനകളെ കൂടെ ചേർത്തുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കാൻ പറ്റുമോ എന്ന ഒരു നീക്കം ലീഗ് നടത്തുന്നത്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഭൂരിഭാഗം ഈ ന്യൂനപക്ഷ സമുദായത്തിലെ ഭൂരിഭാഗം ആൾക്കാർ മറുഭാഗത്താണ്. ഇപ്പോൾ സമസ്തയുടെ കൂടെയും അതുപോലെ തന്നെ കാന്തപുരത്തിൻ്റെ കൂടെയും ഒക്കെയാണ്. അവരൊന്നും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. മറിച്ച് കാന്തപുരമൊക്കെ വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടിനൊപ്പമാണ്. ഇപ്പോൾ സമസ്തയും ഏതാണ്ട് ആ നിലപാടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളൊക്കെ, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളൊക്കെ സാവധാനമാണ്. വളരെ മാന്യമായ രീതിയിലാണ് മുഖ്യമന്ത്രി തങ്ങളെ വരവേറ്റതെന്ന്, തങ്ങളുടെ കാര്യങ്ങൾ കേട്ടതെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ സമസ്തയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഏതായാലും നാളെ നടക്കുന്ന സമരം എത്രത്തോളം വിജയിപ്പിക്കാൻ പറ്റുമെന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും വലിയ വെല്ലുവിളി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ.
ജീന.